കഠിനംകുളം പാടിക്കാവിളാകം ദേവീക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യ 30 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടത്. കഴുത്തിന് ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റുന്നത് ഒരു മൊബൈൽ ബന്ധത്തിലൂടെ ഒരാളുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശല്യം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കുറേ ദിവസമായിട്ട് ഈ കൃത്യം നടത്തിയ ആളുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നുവെന്ന് ലേഡിയെ ഹരാസ് ചെയ്യുന്നതിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ക്ഷേത്ര കമ്മിറ്റി താമസിക്കാൻ എടുത്തു നൽകിയ വീട്ടിലായിരുന്നു സംഭവം. രാവിലെ 8:30 ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം. 8:30 മകനെ സ്കൂളിൽ പറഞ്ഞയച്ചപ്പോൾ ആതിര വീട്ടിലുണ്ടായിരുന്നു. ആരോ ആതിരയെ കൊന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളടുത്തൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ആളുണ്ടാവും, ഇവിടെ കാണും ആള്, അപ്പുറത്ത് തിന്നേലും ആളുണ്ടാവും. ഇന്ന് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആർക്കും ഒന്നും കാണാനും പറ്റിയിട്ടില്ല. കഠിനംകുളം പോലീസ് പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനെ പോലീസ് തേടുന്നുണ്ട്. മതിൽ ചാടിക്കടന്നാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം. കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറുമായാണ് അക്രമി രക്ഷപ്പെട്ടത്. പൂജാരിയായിട്ടുള്ള രാജീവും ഭാര്യയും തമ്മിൽ നിരന്തര കലഹമുണ്ടായിരുന്നു. അത് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.